കൊണ്ട് നടക്കുന്നതില്ലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറാ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയും? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാണ്. എൻ്റെ കൂടെ ഇച്ചിരി കളിക്കാൻ വരാൻ പറഞ്ഞാൽ ഈ വീട്ടിൽ ഒറ്റ മനുഷ്യന്മാര് വരൂല. എന്നാ പിന്നെ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ അവര് കേൾക്കൂല. ഞാൻ ഒറ്റയ്ക്ക് എന്തൊരു ചെയ്യാനാ ഇത്? അണ്ണ എൻ്റെ അണ്ണനല്ലേ അണ്ണ ഞാൻ ഇപ്പം കുരുത്തക്കേടൊന്നും കാണിക്കുന്നില്ലല്ലോ അണ്ണ. എന്നെ ഇച്ചിരി തുറന്നുവിടൂ കേട്ടോ അണ്ണ. ഈയോടിയേ നേരം വെളുത്തിട്ട് യവൻ കിടന്ന് ഉറങ്ങുവാണല്ലേ. എടാ കൂക്കണി ചെറുക്കാ, എടാ നേരം വെളുത്തടാ ചെറുക്കാ, ഒന്ന് എണീരടാ ചെറുക്കാ നീ. ഈശ്വരൂ, ഇല്ല ഗുണ്ടവിന് പോകുന്നത് വരെ ഇവിടെ ചത്ത കണക്ക് നിൽക്കാം. വെറുതെ അങ്ങോട്ട് എന്ന് കയറി അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചോളുന്ന എന്തായിരുന്നു? അല്ലടിക്ക് കുറച്ച് കറുത്ത പോലുണ്ടല്ലോ. ഞാനാ? നിങ്ങക്ക് തോന്നണായിരിക്കും. അതായിരിക്കും. നിങ്ങള് കാര്യത്തിൽ പറഞ്ഞ എന്ത് ഞാൻ കറുത്തൂന്ന്? ഇല്ലടി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പോഴും വെളുത്തിട്ട് തന്നെ പല്ലി. ഇവിടെ പെണ്ണുങ്ങളെ ഉള്ളതെല്ലാം പെട്ടെന്ന് കൊത്തിപ്പറക്കി തിന്നോ കേട്ടോ. വേറെ പെണ്ണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തിന്നാൻ കിട്ടുകയില്ല. അത് മാത്രമല്ല, നമ്മൾ തിന്നിരുന്നവരെ വേറെ ഒരൊറ്റ പെണ്ണുങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ. ഞങ്ങൾ ബംഗാൾക്കോട സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവെള്ള ഞങ്ങൾ കൃഷി വീട് കാലി വലിയായി. മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമുള്ള. സ്കൂള് വിടേണ്ട സമയമായല്ലേ. എന്നാലും ഇന്ന് സ്കൂള് വിട്ടിട്ട് എലിപ്പിള്ളേർ ഈ വഴിക്കല്ലയോ വരുന്നത്. അവന്മാർ ഈ വഴിക്ക് വന്നില്ലെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കൊട്ട വെയിലും കൊണ്ട് ഇവിടെ കിടന്നതെല്ലാം വെറുതെ ആവുമല്ലേ. ദൈവമേ, അവന്മാർ വരണേ. വന്നില്ലെങ്കിൽ ഇന്ന് എന്തൊരു തിന്നുവോ എന്തോ.